മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശി മോഹിനിയോടായിട്ട് പറയുന്നുണ്ട്, അവള് സാഗരത്തിനോടൊപ്പം തന്നെയായിരിക്കും പോയിട്ടുണ്ടാവുക. സൂര്യാസ്തമയാവാൻ കാത്തിരിക്കുകയായിരിക്കും. അവള് സാഗരത്തിനോടൊപ്പം ചിലപ്പോൾ കടലിലേക്കും ഇറങ്ങിപ്പോകും എന്നുള്ള രീതിയിലെല്ലാം മഹാലക്ഷ്മിയെ കുറിച്ചായിരിക്കുമ്പോൾ എന്റെ മോൾക്ക് ഒരുപാട് ആയുസ്സുണ്ടെന്ന് ജാതകം നോക്കിയ ജ്യോത്സ്യന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി. ഇത് കേൾക്കുന്ന മുത്തശ്ശി, അത് പിന്നെ പ്രസവിച്ച അമ്മയോട് ആരെങ്കിലും സ്വന്തം മകൾക്ക് ആയുസ് കുറവാണെന്ന് പറയോ? നമ്മുടെ കുടുംബ ജ്യോത്സ്യം തന്നെ പറഞ്ഞിട്ടില്ലേ അവൾക്ക് ദശാസന്ധി ഉണ്ടെന്ന്. അതിന്റെ അർത്ഥം എന്താ? അവൾക്ക് ആയുസ് കുറവാണെന്ന് തന്നെയല്ലേ? അതുകൊണ്ട് തന്നെ അവളുടെ ആയുസിനെ പിടിച്ചു കെട്ടാൻ ദൈവങ്ങൾക്ക് പോലും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മോഹിനിയെ കുത്തി നോവിച്ച് സംസാരിക്കുകയാണ് കേട്ടോ മുത്തശ്ശി. ഇത് കേൾക്കുന്ന പ്രതാപൻ, അവൾ അങ്ങനെ പെട്ടെന്നൊന്നും മരിച്ചു പോകരുത്, എന്റെ മോളുടെ സന്തോഷമുള്ള ജീവിതം കണ്ട് നീറി അവൾ ഒടുങ്ങണമെന്നെല്ലാം പ്രതാപൻ പറയുന്നത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മോഹിനിക്ക്. തുടർന്ന് അങ്ങനെയൊന്നും ആരും സന്തോഷിക്കേണ്ട, ചിലപ്പോ അതിന്റെ ഇരട്ടിയായിട്ട് ദുഃഖം തിരിച്ചു കിട്ടുമെന്നെല്ലാം മോഹിനി പറയുമ്പോ, കമലേശ്വരത്ത് മഹാലക്ഷ്മി ഇല്ലാത്ത കമലേശ്വരമായിരുന്നു എന്റെ സ്വപ്നം, അതിപ്പോ നടന്നില്ലേടി. ഇനി ബാക്കി എന്ത് സംഭവിച്ചാലും അതൊക്കെ ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുക്കും, എന്റെ മോളുടെ സന്തോഷമുള്ള മുഖം മാത്രം എനിക്ക് കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. തുടർന്ന് അവിടെ നിന്നും പോകാൻ നോക്കുന്ന മോഹിനിയോടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, പ്രതാപൻ പറഞ്ഞത് കേട്ടല്ലോ, അത് മാത്രമാണ് ഞങ്ങൾ രണ്ടുപേരുടെയും ഉള്ളിൽ. നീയും നിന്റെ മോളും ഒക്കെ കുറെ ഇരുന്ന് ചിരിച്ചതല്ലേ, ഇനി രണ്ടുപേരും ഒരു മൂലക്കിരുന്ന് കരയടി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മോഹിനിയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ മുത്തശ്ശി സംസാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കമലേശ്വരത്ത് മേഘം പറയുന്നുണ്ട്, പായസമൊക്കെ ആസ്വദിച്ചു കുടിച്ചു, ഇനി പടക്കം പൊട്ടിച്ചില്ലെങ്കിൽ മനസ്സിനൊരു തൃപ്തി വരില്ല എന്ന് പറയുമ്പോ കരുണയും പറയുന്നുണ്ട്, ഈ ആഘോഷം ഇത് നമുക്ക് പടക്കം പൊട്ടിച്ച് തന്നെയാണ് ആഘോഷിക്കേണ്ടതെന്നും പറയുന്നുണ്ട്. ഇതേ സമയം ദുർഗ പറയുന്നുണ്ട്, വിഷുവിന്റെ അന്ന് അവനും അവളും കൂടി എന്തുമാത്രം കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ കത്തിച്ചതെന്ന് പറയുമ്പോ മഞ്ജുവും പറയുന്നുണ്ട്, രണ്ടുപേർക്കും എന്തൊരു സന്തോഷമാണെന്ന് പറയുമ്പോ അതിന്റെയൊക്കെ ബാക്കി നമുക്കിന്ന് സന്തോഷിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ മേഘൻ. അങ്ങനെ അവര് മാലപ്പടക്കമൊക്കെ കത്തിച്ച് എല്ലാവരും കൂടി കൈയടിച്ച് സന്തോഷത്തോടെ നിൽക്കാണ്. ഇതേ സമയം തന്നെ ഒരു കാർ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ, കണ്ണന്റെ കാറാണ് കേട്ടോ വരുന്നത്. അവിടുത്തെ ആഘോഷങ്ങൾ കാണുന്ന കണ്ണൻ പറയുന്നുണ്ട്, ഇവിടെ വലിയ ആഘോഷമാണല്ലോ നടക്കുന്നത്, താൻ എന്തായാലും കുനിഞ്ഞിരുന്നു, തന്നെ ആരും കാണണ്ട എന്ന് പറയുമ്പോ മഹി ആരും കാണാതെ കുനിഞ്ഞിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കാറിൽ നിന്നും അനന്തവും ലേഖയും പുറത്തേക്ക് ഇറങ്ങാണ്. പിന്നീട് വീൽ ചെയർ കൊണ്ടുകൊടുത്ത് കണ്ണനെയും ഇറക്കുന്നുണ്ട് കേട്ടോ അനന്തവും. അപ്പൊ മഹി ഉണ്ടോ എന്ന് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ മഹി കൂടെ ഇല്ല എന്ന് അറിയുമ്പോ എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി വിടരുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശേഷം കണ്ണനോടായിട്ട് ദുർഗ പറയുന്നുണ്ട്, ഇന്നിനിമോൻ തിരിച്ചു വരുന്നില്ലെന്ന് ഞങ്ങൾ കരുതിയെന്ന് പറയുമ്പോ മേഘം പറയുന്നുണ്ട്, അനന്തുവിനോടായിട്ട് പറയുന്നുണ്ട്, അനന്തുവിനെ അറിയാലോ, ഞാനായിരുന്നു കണ്ണന്റെ വീൽ ചെയർ തള്ളിക്കൊണ്ട് നടന്നിരുന്നത്, പക്ഷെ ഒരുത്തി വന്നതിന് ശേഷം അതെല്ലാം മാറി മറിഞ്ഞു, അവള് പരിശുദ്ധിയാണെന്ന് പറഞ്ഞ് ഇവൾ അവനെ തലയിലെടുത്തു വെച്ച് നടന്നു എന്ന് മേഘൻ പറയുമ്പോ കണ്ണേട്ടനോട് ഞങ്ങൾ അത് പലതവണ പറഞ്ഞതാണെന്ന് മഞ്ജു പറയുന്നുണ്ട് കേട്ടോ അനന്തുവിനോട്. ആ സാഗറിനോടൊപ്പം അവളെ ഇങ്ങനെ ഊരു ചുറ്റാൻ വിടരുതെന്ന് കണ്ണേട്ടനോട് ഞങ്ങൾ പലതവണ പറഞ്ഞതാണെന്നെല്ലാം അനന്തുവിനോടായിട്ട് മഞ്ജു പറയുന്നുണ്ട്. ഇതേ സമയം ദുർഗയും പറയുന്നുണ്ട്, മോള് മാത്രമാണോ പറഞ്ഞത്, ഞാനും അത് പലതവണ പറഞ്ഞതല്ലേ, എന്നിട്ടിപ്പോ എന്തായി, എല്ലാവരുടെയും വായടപ്പിച്ചുകൊണ്ട് അവള് പോയില്ലേ എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ ദുർഗ. തുടർന്ന് ഉണ്ണിയും അത് ഏറ്റുപിടിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അവരുടെ ചിരി കണ്ടാൽ തന്നെ അറിയാം അവൾ ആരും ശരിയല്ല എന്ന് പറയുമ്പോ കരുണയും അത് ശരിവെച്ചുകൊണ്ട് പറയുന്നുണ്ട്, അത് എല്ലാവരും പറയുന്നുണ്ടെന്ന് എല്ലാം ഉണ്ണിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പൊ കണ്ണനാണെങ്കിൽ ഇവരുടെ ഈ സംസാരം എല്ലാം കേട്ട് അവരെ ഇങ്ങനെ രൂക്ഷമായിട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളുടേത് ഒരു രാക്ഷസ ചിരിയാണെന്നും കരുണ മനസ്സിൽ യാതൊരു നന്മയും ഇല്ലാതെ മഹിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇതേ സമയം കണ്ണൻ മേഘനോടായിട്ട് എനിക്കൊരു ദുരന്തം ഉണ്ടായി, ആ സമയത്താണോ നിങ്ങളിങ്ങനെ മാലപ്പടക്കത്തിന് തിരിതു കൊളുത്തുന്നെന്ന് ചോദിച്ചു പോവാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അതിലിടപെട്ടുകൊണ്ട് ദുർഗ മേഘനോട് പറയുന്നുണ്ട്, അതേന്ന് സമ്മതിക്കടാ, ഒരു മൂദേവി നമ്മുടെ കുടുംബത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയി, ഇനി ഐശ്വര്യം വരുന്നതിന് മുൻപായിട്ട് മേഘൻ മാലപ്പടക്കത്തിന് തിരി കൊളുത്തിയതാണെന്ന് മേഘനെ സപ്പോർട്ട് ന്യായീകരിച്ചുകൊണ്ട് ദുർഗ സംസാരിക്കുന്നുണ്ട്. ശേഷം അവളെ പോലെ ചതിയും വഞ്ചനയൊക്കെ ഉള്ളവള് നിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയില്ലേ, അപ്പൊ പിന്നെ ഞങ്ങളത് ഒരു ദുരന്തമായിട്ട് കാണാതെ ഞങ്ങളത് ആഘോഷിക്കണോ അതോ ദുഃഖിച്ചിരിക്കണോ എന്ന് ദുർഗ കണ്ണനോടായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവരൊന്നുകൂടി ഒന്ന് സന്തോഷിക്കട്ടെ, കുറച്ചു നേരം കൂടി ഒന്ന് സന്തോഷിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് അനന്തുവാണെങ്കിൽ എല്ലാവരും കേൾക്കെ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, അവര് പറഞ്ഞതിലും കാര്യമുണ്ട് കണ്ണ, അത്രയ്ക്കല്ലേ മഹി നിന്നെ തകർത്ത് കളഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും വീണ്ടും അത് ഉറപ്പിക്കുകയാണ്, മഹി കണ്ണന്റെ ജീവിതത്തിൽ നിന്നും പോയി എന്നുള്ളത് തന്നെ. തുടർന്ന് മഞ്ജു ചോദിക്കുന്നുണ്ട്, എന്നിട്ടിപ്പോ അവരെവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന ലേഖ, കണ്ണേട്ടൻ അവളെ തിരക്കാനൊന്നും പോയില്ല, അവൾ അവളുടെ വഴിക്ക് പോയി എന്ന് പറയുമ്പോ എല്ലാവരും വീണ്ടും സന്തോഷിക്കുകയാണ്. തുടർന്ന് മേഘൻ കണ്ണനോട് പറയുന്നുണ്ട്, നീ പെണ്ണ് കാണാൻ പോയപ്പോ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ, അതിന്റെയാണ് നിനക്ക് എല്ലാം സംഭവിച്ചത്, ഇനി നിനക്ക് നല്ലൊരു പെൺകുട്ടിയെ, യോജിച്ചൊരു പെൺകുട്ടിയെ ഞാൻ തന്നെ കണ്ടെത്തി തരാമെന്ന് പറയാണ് കേട്ടോ. ഇതേ സമയം ഇത് കേൾക്കുന്ന അനന്തു മേഘനോടായിട്ട്, അതിന്റെ ഒന്നും ആവശ്യമില്ല മേഘ, ഇവന് പറ്റിയൊരു പെൺകുട്ടിയെ ഞങ്ങൾ തന്നെ കണ്ടെത്തി കഴിഞ്ഞു എന്ന് പറയുമ്പോ എല്ലാവരും ഇങ്ങനെ സ്തബ്ധതയായിട്ട് അമ്പരപ്പോടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോ
ഇത് തുടർന്ന് ദുർഗ പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും, ഇവന് യോജിച്ച പെൺകുട്ടിയെ ഞങ്ങൾക്ക് കൂടി ഇഷ്ടപ്പെടണ്ടേ, ഇനി ഇവന് അബദ്ധം പറ്റാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, ഇവര് കണ്ടെത്തിയ പെൺകുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറയുമ്പോ എല്ലാവരും ഇങ്ങനെ വീണ്ടും അമ്പരപ്പോടെ പരസ്പരം നോക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് ആ മഹാലക്ഷ്മിയെയും കണ്ണേട്ടന് ഒരുപാട് ഇഷ്ടമായിരുന്നതാണല്ലോ, എന്നിട്ടല്ലേ സ്വർണം അങ്ങോട്ട് കൊടുത്ത് അവളെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നതെന്ന് പറയുമ്പോ ലേഖ പറയുന്നുണ്ട്, ഇപ്പോ കണ്ണേട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന പെൺകുട്ടി ഒരുപാട് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവൾ അത്ര മോശമല്ല, അതുകൊണ്ട് അവൾക്കും അങ്ങോട്ട് സ്വർണം കൊടുത്ത് അവളെ കെട്ടിച്ചുകൊണ്ട് വരണമെന്നാണ് കണ്ണേട്ടൻ പറയുന്നതെന്നല്ല ലേഖ പറയുന്നത് കേട്ടോ. വീണ്ടും എല്ലാവരും ഞെട്ടിത്തെരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് മേഘൻ പറയുന്നുണ്ട്, അത് എങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കുമ്പോ ഇനി കാണാനൊന്നുമില്ല, എന്തായാലും മാലപ്പടക്കത്തിന് തിരിയൊന്നും കൊളുത്തി കഴിഞ്ഞിട്ടില്ലല്ലോ, എന്തായാലും അത് നടക്കട്ടെ, ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മേഘനോട് അത് എടുത്തു കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ മേഘൻ അത് കമ്പിത്തിരിയും പൂത്തിരിയും എല്ലാം എടുത്തു കൊടുക്കുമ്പോ അനന്തുവിനോടായിട്ട് അത് കൊളുത്താൻ കണ്ണൻ ആവശ്യപ്പെടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മാലപ്പടക്കം കൊളുത്താൻ പാകത്തിന് സെറ്റാക്കി കഴിയുമ്പോ അനന്തുവിനോടായിട്ട് കൊളുത്തിക്കോളാൻ കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കമ്പം പൊട്ടി തുടങ്ങുന്നതും എല്ലാവരും സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ മഹി കാറിൽ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് കണ്ട് കരുണയും ദുർഗയും ഉണ്ണിയും മേഘനും മഞ്ജുവും എല്ലാവരും കണ്ണു തള്ളി നോക്കി നിൽക്കുകയാണ് കേട്ടോ, വിശ്വസിക്കാൻ കഴിയാതെ. തുടർന്ന് മഹി എല്ലാവരെയും രൂക്ഷമായി നോക്കിക്കൊണ്ട് കണ്ണന്റെ അടുത്തേക്ക് വന്നു നിൽക്കുകയാണ്. എന്നിട്ട് കണ്ണൻ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഇതാണ് അനന്തു എനിക്ക് വേണ്ടി കണ്ടെത്തി തന്ന പെൺകുട്ടി. മഹി ആരാണെന്നും എനിക്കിപ്പോ കുറച്ചുകൂടി വ്യക്തമായി കഴിഞ്ഞു എന്നും കണ്ണൻ പറയുമ്പോ സാഗറിനെ കുറിച്ച് ഇവള് പറഞ്ഞ കഥകളെല്ലാം മഞ്ജു എന്നോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ മേഘൻ. പക്ഷെ അതൊന്നും വിശ്വസിക്കാതെ നീ ഇവളെയാണോ വിശ്വസിച്ചത് എന്ന് മേഘൻ ചോദിക്കുമ്പോ നിർത്തട എന്ന് പറഞ്ഞുകൊണ്ട് മേഘന്റെ വായടപ്പിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. എന്നിട്ട് പറയുന്നുണ്ട്, സാഗറിനോട് പലവട്ടം പല കഥകളും ആവർത്തിച്ചു പറഞ്ഞു, പക്ഷെ എപ്പോഴും ഇയാളുടെ ഭാഗം ഒരിക്കലും പറഞ്ഞില്ല. അത് തെറ്റാണെന്ന് മഹിക്കും ബോധ്യമായി കഴിഞ്ഞു. സാഗർ എന്നോട് മാത്രമല്ല അനന്തുവിനോടും അവന്റെ തലച്ചോറിൽ വിരിഞ്ഞ ഭാവനപ്പെട്ട കഥകളൊക്കെ വിളമ്പി. അതുകൊണ്ട് തന്നെ സാഗർ എന്താണെന്നും ഏതാണെന്നും എനിക്കും അനന്തുവിനും ലേഖയ്ക്കും വ്യക്തമായ തെളിവോട് തന്നെ ബോധ്യപ്പെട്ടു എന്നും കണ്ണൻ തുറന്നടിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന ദുർഗയാണെങ്കിൽ അല്ലെങ്കിലും ഞങ്ങൾക്കറിയാമായിരുന്നു നീ ഇവളുടെ വാക്ക് വിശ്വസിച്ച് ഇവളെ കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറയുമ്പോ കരുണയും അത് ഏറ്റുപിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒരു പെണ്ണിന്റെ വാക്ക് കേട്ട് നടക്കുന്നവനാണ് നിങ്ങള്. സ്വന്തം ഭാര്യയുടെ തെറ്റ് മൂടി വെക്കുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നും കരുണ കല്ലുതുള്ളിക്കൊണ്ടി പറയുമ്പോ ഇപ്പൊ കണ്ടല്ലോ, അതാണ് ഞാൻ എന്റെ ഭാര്യ പറയുന്നത് മാത്രമാണ് എനിക്ക് വിശ്വാസം. സാഗർ എന്നോട് പല കഥകൾ പറഞ്ഞപ്പോഴും ഞാൻ ഒരിക്കലും അത് വിശ്വസിച്ചിട്ടില്ല. എന്റെ മഹിയെ മനസ്സുകൊണ്ട് ഞാൻ തള്ളി കളഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന എന്റെ കൂട്ടുകാരനും ഭാര്യയും മഹിയെ ഒരു നിമിഷം സംശയിപ്പിച്ചപ്പോ ഞാൻ ഒരിക്കലും മഹി തെറ്റുകാരിയാണെന്ന് പറഞ്ഞിട്ടില്ല. അവളെ മനസ്സുകൊണ്ട് തള്ളി കളഞ്ഞില്ല. അതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ ബെറ്റ് വരെ വെച്ചു. പക്ഷെ അവസാനം ആ പന്തയത്തിൽ ജയിച്ചത് ഞാനാണെന്നും കണ്ണൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന മഞ്ജു ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം കണ്ണേട്ടൻ ഓരോ നിമിഷം തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭൂലോക തോൽവിയാണ് കണ്ണേട്ടന്റെ കല്യാണം എന്നെല്ലാം മഞ്ജു പറയുമ്പോ അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, ആരാണ് തോറ്റുകൊണ്ടിരിക്കുന്നതെന്ന്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നും കണ്ണൻ പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ നീ കാണാനുള്ള കാഴ്ചകളൊക്കെ ഇവർക്ക് കൂടി ഒന്ന് കാണിച്ചു കൊടുക്കുക, അതിനുശേഷം കൂടുതൽ സംസാരിക്കുന്നതാണ് നല്ലതെന്ന് അനന്ത് പറഞ്ഞിരുന്നുണ്ട് കേട്ടോ കണ്ണനോട്. തുടർന്ന് കണ്ണൻ എല്ലാവരെയും അകത്തേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അപ്പൊ മേഘൻ മാത്രം അവരോടൊപ്പം പോകാതെ അവിടെ നിൽക്കുമ്പോ മേഘേട്ടൻ മാത്രം എന്താ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്, കാണാനുള്ള കാഴ്ചകൾ കാണാ എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി മേഘനെയും വിളിക്കുന്നുണ്ട് കേട്ടോ. മേഘനാണെങ്കിൽ ഇപ്പൊ നടക്കുന്നതെല്ലാം സത്യമാണോ അതോ സ്വപ്നമാണോ എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ പെട്ടു നിൽക്കുകയാണ്. പിന്നീട് സാഗറിന്റെ ആ കൊടും ക്രൂരത എല്ലാവർക്കും മുന്നിലും അതിന്റെ ആ വീഡിയോ എല്ലാവർക്കും മുന്നിലും കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. മഹി സാഗറിനെ കുത്താനായിട്ടൊക്കെ ചെല്ലുന്നത് കണ്ട് മേഘൻ ശരിക്കും ഞെട്ടിവിറയ്ക്കുന്നുണ്ട്. അങ്ങനെ ആ വീഡിയോ കാണുന്നതും വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ലല്ലോ എന്നുള്ള ഒരു നിരാശയാണ് കേട്ടോ എല്ലാവരുടെയും മുഖത്ത്. ശേഷം ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കണ്ണൻ ചോദിക്കുമ്പോ ഇത് കേൾക്കുന്ന എന്തോ പറയാനുണ്ടാവും കണ്ണ, കാരണം ഈ സാഗർ എന്ന വ്യക്തിയുടെ സൃഷ്ടാവ് ഇവിടെ ആരെങ്കിലും ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം എന്ന് അത് പറയുന്നത് കേട്ട് ഞെട്ടിത്തെരിക്കുകയാണ് കേട്ടോ മേഘൻ. അത് ശരിവെച്ചുകൊണ്ട് ലേഖയും പറയുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ മഹി ഇനി തിരിച്ചു വരില്ല എന്ന് കരുതി ഇവിടെ എല്ലാവരും പൂത്തിരി കത്തിച്ച് ആഘോഷം തുടങ്ങിയെന്നും പറയുന്നുണ്ട്. ശേഷം എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ നിധിയാണ് എന്റെ ഭാര്യ, അതുകൊണ്ട് തന്നെ ആ നിധിയെ ഒരിക്കലും ഞാൻ കൈവിട്ട് കളയാൻ തയ്യാറല്ല. ഇനി ആരെങ്കിലും
അതിന് ശ്രമിക്കുകയാണെങ്കിൽ അവർക്കായിരിക്കും തക്ക തിരിച്ചടി കിട്ടാൻ പോകുന്നത് എന്ന് എല്ലാവരോടുമായിട്ട് ഒരു മുന്നറിയിപ്പ് കണ്ണൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം ദുർഗയോടായിട്ട് അനന്തു ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അതായത് കുട്ടിക്കാലം മുതലേ ഇവനെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്നു, പക്ഷെ അമ്മ എപ്പോഴെങ്കിലും ഇവനെ മനസ്സ് തുറന്ന് സ്നേഹിച്ചിട്ടുണ്ട്? രണ്ടാനമ്മയാണെങ്കിലും അമ്മയെന്ന് തന്നെയല്ലേ ഇവൻ നിങ്ങളെ വിളിക്കുന്നത്? എപ്പോഴെങ്കിലും സ്വന്തം മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം അത് വേണ്ട, അമ്മയെന്നല്ലേ ഇവൻ നിങ്ങളെ വിളിക്കുന്നത്? ആ ഒരു വില കൽപ്പിച്ചിട്ടെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും ഇവനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് തുറന്ന് ചോദിക്കുകയാണ് കേട്ടോ അനന്തു ദുർഗയോട്. അനന്തുവിന്റെ ഈ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടിപ്പോവാണ് കേട്ടോ ദുർഗ. തുടർന്ന് ലേഖയും പറയുന്നുണ്ട്, നിങ്ങളുടെ ഏത് ആവശ്യത്തിനും മുന്നിൽ നിൽക്കുന്ന ആളാണ് കണ്ണേട്ടൻ, പക്ഷെ ആ കണ്ണേട്ടനോട് നിങ്ങൾ കാണിക്കുന്നത് എന്താ എന്ന് ലേഖ ചോദിക്കുമ്പോ അനന്തവും പറയുന്നുണ്ട്, പക്ഷെ കണ്ണൻ ഒന്നും കൊടുത്തില്ലെങ്കിലും അവന്റെ ജീവൻ എടുക്കാനല്ല, അവന്റെ ജീവനോട് ചേർന്ന് നിൽക്കാനായിട്ട് വന്നവളാണ് മഹി എന്ന് അവിടെ തുറന്നടിക്കുന്നുണ്ട് കേട്ടോ അനന്തു മഹാലക്ഷ്മിയെ കുറിച്ച്. അവരെ വേർപെടുത്താൻ മരണത്തിലില്ലാതെ മറ്റാർക്കും കഴിയില്ല, അതുകൊണ്ട് തന്നെ ഇനി അതിന് മുതിരരുത്, എന്റെ കൂട്ടുകാരനെയും അവന്റെ ഭാര്യയെയും കൊല്ലാൻ എന്ന് അനന്തു എല്ലാം മനസ്സിലാക്കിയ രീതിയിൽ ഇങ്ങനെ ദുർഗയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. നീ എന്താ അനന്തു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ദുർഗ ചോദിക്കുമ്പോ അതിൽ കഴമ്പുള്ളത് കൊണ്ടാണെന്ന് തന്നെ കൂട്ടിക്കോളും, അത്രയ്ക്ക് മനസ്സിൽ വിഷമമുണ്ടെന്നും അനന്തു പറയുന്നുണ്ട് കേട്ടോ ദുർഗയോടായിട്ട്. ശേഷം കണ്ണനോടും മഹിയോടും യാത്ര പറഞ്ഞ് ഇറങ്ങാണ് കേട്ടോ അനന്തു ലേഖ. അപ്പൊ ലേഖ പോകുന്നതിന് മുൻപായിട്ട് കരുണയെ ഒന്ന് തറപ്പിച്ച് നോക്കുകയും ചെയ്യുന്നുണ്ട്. അവര് പോയതിനു ശേഷം കണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് പറയാനുള്ളതാണ് അനന്തു നിങ്ങളോട് എല്ലാവരോടുമായിട്ട് പറഞ്ഞത്. ഞങ്ങൾ വരുന്നതിന് മുൻപ് നിങ്ങൾ കുറെ നേരം സന്തോഷിച്ചതല്ലേ, ഇനി കുറച്ചു നേരം വിഷയ്ക്ക്, അതിനുള്ള അർഹത നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്നും അവരോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് മേഘന്റെ നേരെ തിരിഞ്ഞിട്ട് നീയും ഇതിനൊക്കെ കൂടിയല്ലോടാന്ന് ചോദിക്കും. മേഘൻ ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. ശേഷം മഹിയെയും കൊണ്ട് അകത്തേക്ക് പോവാണ് കണ്ണൻ ചെയ്യുന്നത്. കണ്ണൻ മഹിയെയും കൂട്ടി പോയതിനു ശേഷം എല്ലാം തൊലഞ്ഞല്ലോ അപ്പച്ചിന്ന് മേഘൻ പറയുമ്പോ അയാൾക്ക് ഇപ്പൊ അവളോട് പഴയതിനേക്കാൾ സ്നേഹമാണെന്ന് കരുണയും പറയുന്നുണ്ട്. ഇനി എന്തായാലും അനന്തു പറഞ്ഞത് തന്നെ നടത്തിയെടുക്കണം, എങ്കിൽ നമുക്കൊക്കെ മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മേഘൻ. ജീവിതത്തിൽ വേർപിരിക്കാൻ പറ്റാത്തവരെ മരണം കൊണ്ട് വേർപിരിക്കണം എന്ന് മേഘൻ പറയുന്നത് കേട്ട് അത് തന്നെ വേണം എന്ന രീതിയിൽ നോക്കുന്ന ദുർഗയെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്